പാർത്ത, എന്നെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവൻ തന്നെ ഇല്ലാതായിപ്പോയെന്നെ. പറയുന്നത് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയാണ്. രക്ഷിച്ച ദൈവത്തിൻ്റെ കരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. സത്യത്തിൽ മറ്റൊരു രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയെ ദൈവത്തിനോടൊപ്പം ഉപമിക്കുമ്പോൾ നമുക്ക് അഭിമാനം തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള വിവരങ്ങൾ, സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. എന്താകും ഷെയ്ഖ് ഹസീന പറഞ്ഞതിലൂടെ നൽകുന്നൊരു സന്ദേശം? അല്ലെങ്കിൽ ഇനി ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകാൻ മോദിയും ഇന്ത്യൻ സൈന്യവും ഷെയ്ഖ് ഹസീനയെ സഹായിക്കുമോ? അല്ല, 20 മിനിറ്റ് കൂടി താൻ അവിടെ നിന്നിരുന്നെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നു എന്നാണ് ഹസീന പറയുന്നത്. ഹസീനയും സഹോദരി രഹാനയും കൂടിയാണ് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടത്. ഇന്ത്യയിലേക്ക് ആയിരുന്നില്ല അവരുടെ ഉദ്ദേശം. അവർ ഉദ്ദേശിച്ചിരുന്നത് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ഇടത്താവളമായിട്ടാണ് ഇന്ത്യയിലോട്ട് ഇറങ്ങുന്നത്. അവിടത്തേക്ക് പോകാനുള്ള ചില പെർമിഷനുകൾ, ചില നയതന്ത്രപരമായ ചില കാര്യങ്ങളൊക്കെ ശരിയാവേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇറങ്ങുന്നത്. ഇന്ത്യ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു. മാത്രമല്ല, അജിത് ഡോവലിൻ്റെ ഇടപെടലിലാണ് പെട്ടെന്ന് അവിടെ നിന്ന് 20 മിനിറ്റിൽ അതായത് അരമണിക്കൂർ പോലും താമസിക്കാതെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയുകയും അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഇടത്താവളമായി നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാമെന്നും അജിത് ഡോവലും നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ചേർന്നെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ആര് വന്നത്? ഈ പറയുന്നത് പോലെ ഹസീന ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഹസീന പറയുന്നത് എനിക്ക് കുറച്ചുകൂടി പുറത്തെ രാജ്യത്തേക്ക് പോകാൻ താല്പര്യമുണ്ട്, അവിടെ അവർ പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തൊക്കെയോ ചില കാരണങ്ങളാലോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഇടപെടൽ മൂലമോ അല്ലെങ്കിൽ എന്തോ കാര്യം ഭയന്നോ മറ്റ് രാജ്യങ്ങൾ, ഇവർ പോകാൻ തീരുമാനിച്ച രാജ്യം അവിടത്തേക്ക് പോകാൻ ഹസീനയ്ക്ക് ചെറിയ ചില പ്രശ്നങ്ങൾ, ചില തടസ്സവാദങ്ങൾ മുന്നിൽ വെച്ചപ്പോൾ അതിനെ തട്ടിമാറ്റിക്കൊണ്ട് ഇന്ത്യ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോകേണ്ടതില്ല, നിങ്ങൾക്ക് ഇന്ത്യയിൽ തുടരാം എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഒരു ഇടത്താവളമായി ഇന്ത്യ എടുത്തെങ്കിലും പക്ഷേ ഒരു സുരക്ഷിത താവളമായിട്ട് പിന്നീട് അങ്ങോട്ട് സ്ഥിരമായി ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ തന്നെ ഹസീന പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് തന്നെ വധിക്കാൻ വേണ്ടി ഒരുപാട് തവണ അവിടെ തീവ്രവാദികൾ ശ്രമിച്ചിട്ടുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഈ സഹോദരിയും താനും കൂടെ അവിടെ നിന്ന് 20 മിനിറ്റിനുള്ളിൽ രക്ഷപ്പെടണമെന്ന സന്ദേശം, ആ ഒരു സന്ദേശം തനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ താൻ രക്ഷപ്പെടില്ലായിരുന്നുവെന്നും അതൊരു ദൈവത്തിൻ്റെ കൈയാണ് എന്നുമാണ് അവർ പറയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം. ഒന്ന്, ദൈവം നേരിട്ട് എന്നെ ആ സമയത്ത് രക്ഷപ്പെടുത്തിയത് ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രക്ഷപ്പെടുത്തിയത് ദൈവമാണെങ്കിലും ആ സന്ദേശം പകർന്നു കൊടുത്ത എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടേക്ക് വന്ന് ഇവിടെ നിന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞ ദൈവങ്ങൾ ആരൊക്കെയാണോ അത് നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലുമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവരാണ്, നരേന്ദ്രമോദിയാണ് ദൈവമെന്ന് കൃത്യമായി ആര് പറഞ്ഞു വെക്കുന്നുണ്ട്? ഹസീന പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഹസീനയുടെ മകൻ അവർ മുൻപ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഹസീനയുടെ കുടുംബവും സഹോദരിയും ഒക്കെ വിദേശത്തായതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അങ്ങനെ ജീവൻ രക്ഷപ്പെടുമായിരുന്നില്ല. അതാണ് ഒരു വലിയ പ്രശ്നമാണത്. അങ്ങനെ വലിയൊരു പ്രശ്നം അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഇന്ത്യയിൽ അഭയം തേടി അവർ ഇന്നും അതേപോലെ തന്നെ ഇന്ത്യയിൽ അഭയം തേടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അധികം വൈകാതെ തന്നെ യുഎൻഎസിൻ്റെ ഭരണകൂടം താഴെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. കാരണം അവിടെ പട്ടിണിയാണ്, മറ്റു പല മേഖലകളിലും അവർ പുറകോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. കൃത്യമായി അവർ പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും പാർത്ഥൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ, അത് പലപ്പോഴും പല രാജ്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോൾ പറയും സംഗീതന്യ, സംഗി പാർത്ഥൻ, പല കമൻറ്റുകളും ഒക്കെ വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പാർത്ഥൻ ശശി തരൂരിൻ്റെ ഒരു വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുപോലെ, നല്ലത് ആര് ചെയ്താലും നല്ലത് എന്ന് തന്നെ പറയണം. അതിപ്പോൾ നമ്മൾക്ക് വിരോധമുള്ളവരാണെങ്കിലും നല്ലത് ചെയ്താൽ, നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെ പറയണം എന്ന് പറയുന്ന രണ്ടുപേരാണ് നമ്മൾ രണ്ടുപേരും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വന്നത്, ഇന്ത്യ അവർക്കൊരു അഭയം കൊടുക്കും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ്. ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാം എന്നുള്ളത്. പക്ഷെ അതിനു മുൻപേ അമേരിക്ക ഡീപ് സ്റ്റേറ്റും യുനെസും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂടി അവരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു. പിന്നീട് അവർക്ക് ഒരു രാജ്യത്തേക്കും എത്തിപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലായപ്പോൾ ഇന്ത്യ പറഞ്ഞത്, ധൈര്യമായിരിക്കൂ, ഞങ്ങളൊപ്പമുണ്ട്,
നിങ്ങൾക്കൊരു ആപത്തും വരാതെ ഞങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ ജീവൻ നിലനിർത്തും. നിങ്ങളെ ആക്രമിക്കാൻ ആരെക്കൊണ്ടും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളോട് അഭയം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈന്യത്തെ മറികടന്നുകൊണ്ട് ഒരാൾക്ക് പോലും നിങ്ങളുടെ ഒരു തലമുടി ഇഴയിൽ പോലും തൊടാനുള്ള ശക്തി ഉണ്ടാകില്ല എന്ന് കൃത്യമായി അജിത് ഡോവൽ എന്ന് പറയുന്ന ബുദ്ധി കേന്ദ്രം അത് കൃത്യമായി പ്രവർത്തിച്ച്, അമിത്ഷാ എന്ന് പറയുന്ന ചാണക്യ ബുദ്ധി, അതിനപ്പുറം ദൈവത്തിൻ്റെ കരങ്ങൾ, മോദി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ അല്ലെങ്കിൽ ആ രാജ്യസ്നേഹി, അപ്പോൾ ഇവരൊക്കെ കൂടി 3 ത്രിമൂർത്തികൾ കൂടി ചേർന്നപ്പോൾ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നവരുടെ ജീവൻ ഇപ്പോഴും ഇന്ത്യയുടെ സൈനിക താവളങ്ങളിൽ എവിടെയോ സുരക്ഷിതമായി സമാധാനത്തോടെ ഓരോ രാത്രിയും അവർ ഉറങ്ങുന്നുണ്ട്, ഓരോ പകലും അവർ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അത് ഇന്ത്യക്കാരായതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം. കാരണം മറ്റൊരു രാജ്യം കൊല്ലാൻ വേണ്ടി നോക്കിയ ഒരു പ്രധാനമന്ത്രിയെ സുരക്ഷിതമായി നിങ്ങളെ കൊല്ലും എന്ന് മുന്നറിയിപ്പ് കൊടുത്ത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പലായനം ചെയ്ത് ഇങ്ങ് വന്നോളൂ എന്ന് ധൈര്യമായി പറയാൻ നമ്മുടെ രാജ്യം കാണിച്ച തൻ്റെ ഇടം തന്നെയാണ് ഒരുപക്ഷെ നമുക്കും നാളെ. ഇപ്പോൾ മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഇത്രയും സുരക്ഷ നൽകാൻ നമ്മുടെ രാജ്യം ഇത്രയും മുന്നിട്ട് നിൽക്കുമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് യുക്രൈനിലും ഇസ്രായേലിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പഠിക്കാൻ പോയ കുട്ടികൾ തിരിച്ചു വരുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി പോയി അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി പോയി നടത്തുന്ന സന്ദർശനങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടുന്ന പിന്തുണ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് സമയത്ത് പിന്നെ അകപ്പെട്ടു പോയവരെ ഒക്കെ ഇന്ത്യയിൽ എത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, എത്രയും പെട്ടെന്ന് വാക്സിൻ കണ്ടുപിടിച്ച് മരണസംഖ്യ കുറയ്ക്കാനും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ നമ്മുടെ രാജ്യം കാണിച്ച ആ ഒരു മേൽക്കോയ്മ, എല്ലാവരും ഇപ്പോൾ BJP സർക്കാരിനെ മാത്രമല്ല ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ആരെയും കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നം ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തോട് അവരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ധൈര്യമായി നിങ്ങൾ വന്നോളൂ എന്ന് പറയാൻ ഒരു തൻ്റെ ഇടം വേണം, അതിനൊരു ധൈര്യം വേണം. ഞാൻ കൊണ്ടുവരുന്ന ആളിന് ഒരു ആപത്തും സംഭവിക്കാതെ അയാൾക്ക് എത്തേണ്ടിടത്ത് ഞാൻ അയാളെ എത്തിക്കുന്നത് വരെ സുരക്ഷിതരായ അയാൾ ഇരിക്കും എന്നുള്ളതിൻ്റെ അത് പറയാനുള്ളൊരു ചങ്കുറപ്പ് ഒരുപക്ഷെ 2014 ഇന്ത്യയിൽ അധികാരത്തിലേറെ BJP സർക്കാരിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഒക്കെ ലാഹോറിൽ ബസ്സിൽ യാത്ര ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അന്ന് എനിക്കറിയില്ല ഈ ലാഹോർ എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാൻ്റെ ബോർഡറാണോ, അവിടെയൊന്നും പോകാൻ പാടില്ലേ എന്നൊക്കെയുള്ള. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ബസ്സിൽ സഞ്ചരിച്ച് ലാഹോർ വരെ പോയത് എന്നൊക്കെയുള്ളത്. സത്യത്തിൽ അത്രയും നമ്മുടെ ജനതയാണ് വലുത്, അതിലപ്പുറം നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞു തന്ന ആളുകൾക്ക് പിന്നാലെ വരുന്നവർ അവരെ കണ്ടല്ലേ പഠിക്കൂ എന്നുള്ളതാണിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കാണിച്ചത്. എന്തായാലും ഷെയ്ഖ് ഹസീന സേഫാണ് ഇന്ത്യയിൽ, അവർക്കിനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. തിരിച്ച് ഷെയ്ഖ് ഹസീന അടുത്ത പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശിനെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഏകാധിപതികൾ അങ്ങനെ പെട്ടെന്നൊന്നും അധപ്പതനം അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഇല്ലാണ്ടാകില്ല. കാരണം ഹിറ്റ്ലർ ആവാൻ എല്ലാ ഏകാധിപതികൾക്കും കഴിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീനയെ നമുക്ക് വീണ്ടും ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയെ, കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വേണ്ടി, പട്ടിണി മാറാൻ വേണ്ടി, സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി ഷെയ്ഖ് ഹസീന തിരിച്ചു വരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. അതിലൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ബംഗ്ലാദേശ് നിരന്തരമായി ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് വിട്ടുതരണം. പക്ഷേ എന്താ പറയുക, വളരെ രസകരമായി തോന്നുന്ന കാര്യം, ഇന്ത്യ അത് ഏത് ഭാഗത്ത് നിന്നാണെന്ന് നോക്കിയിട്ടില്ല. അവസാനം ഇവർ നയതന്ത്രപരമായിട്ട് കൊടുക്കാവുന്ന ഒരു നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസിനെങ്കിലും ഇന്ത്യ പ്രതികരിക്കുമെന്നാണ് ഇവർ കരുതിയത്. അതിനും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ ഇവരിങ്ങനെ ഇരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പൊ അത്രേ ഇന്ത്യ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് കൃത്യമായ ഒരു സന്ദേശം നരേന്ദ്രമോദിയും അമിത്ഷായും കൊടുത്തിട്ടുണ്ട്.